ഹലോ ഗായ്സ്, ഇപ്പോൾ ഞങ്ങൾ ബാൻസ്വാടി റെയിൽവേ സ്റ്റേഷനാണുള്ളത്. വ്ളോഗിൽ വരും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. എൻ്റെ കൂടെ 2 സ്റ്റുഡൻസ് കൂടെ ഉണ്ട്. രണ്ട് അമ്മയാലും അമ്മയസ് അമ്മയാനി എന്ത് ചെയ്യാനാണ്, ഓണക്കല്ലേ. അപ്പോൾ ലീവൊക്കെ കിട്ടി നാട്ടിൽ പോവാണ്. ഇവർക്ക് ലീവ് കൊടുത്തിട്ടില്ല, ഇവർ ലീവ് എടുത്തിട്ട് പോകുന്നു. നിങ്ങൾക്ക് ലീവ് കിട്ടിയോ? അപ്പോൾ നമ്മൾ ലീവ് എടുത്ത് പോകണം. അതെ 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 അതെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം. ഇതെന്തായിരുന്നു എടുക്കുന്നത്? സ്നാപ്പിൽ വ്ളോഗ് എടുക്കുകയാണ്. സ്നാപ്പിൽ വലിയ യൂട്യൂബറാണ്. ഡെയിലി മാസം ഇൻകം ഒക്കെ വരാറുണ്ട്. എനിക്ക് കുറെ PNR ട്രെയിനിലെ മെമ്പറാ. എനിക്ക് സ്നാപ്പ് ഒന്നുമില്ല ഗൈസ്. എനിക്ക് ആകെയുള്ളത് ഒരു അതെ, എനിക്ക് ആകെയുള്ളത് ഇൻസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ ചെറിയ യൂട്യൂബ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അയ്യോ വയ്യ. പിന്നെ ഈ അമ്മയെ കാരനാണ്, ഈ അമ്മയാണല്ലോ, ഈ അമ്മയെ കാരനാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഈ 2 ഇൻസ്റ്റാമെൻറ്റിൻ്റെ കവർ കണ്ടോ? ഈ 2 ഇൻസ്റ്റാമെൻറ്റിൻ്റെ കവർ ഇത് ഈ അമ്മയെ കാരണം എടുത്തത് ഞങ്ങൾ. അതിനുള്ളിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ ഞെട്ടും, നിങ്ങൾ ഞെട്ടും. എന്താ അമ്മയെ പറഞ്ഞു കൊടുക്കും? പൂവാണ് ഗൈസ്. ഞാൻ എടുത്തു. ഞാൻ പിന്നെ പിറ്റേന്ന് നോക്കുമ്പോണ്ട് മാമും എടുക്കണ്, ഇവളും എടുക്കണ്. അതിന്റെ അവസാനം എല്ലാം എന്റെ പേര്. പിന്നെ ഇവൾ എടുത്തോണ്ടാണ് ഞങ്ങൾ ഞങ്ങള് ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കോളേജിൽ. അതെ, പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ ഓണ സെലിബ്രേഷന് ബാക്കി വന്നപ്പോഴല്ല അവിടെ അലങ്കരിച്ച് പൂക്കൾ അടിച്ചു മാറ്റി. ആരും അറിയണ്ട. ഇനി ഇത് ആരും അറിയില്ല. ഇത് ഞങ്ങളുടെ കൂടെ മണ്ണിൽ അതെ അലിഞ്ചെറി അത്രേ ഉള്ളൂ. മിക്കവാറും ഇവിടെ എല്ലാവരും നമ്മളെ തല്ലുപിടിക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. ഉണ്ടാക്കി എല്ലാവരെയും ചന്തപ്പെട്ടാണ് മിക്കവാറും നമ്മുടെ ട്രെയിനിൽ. ഞാൻ ഈ അറ്റത്ത്, ഓക്കെ, നിങ്ങൾ ആ അറ്റത്താണ്, ഞങ്ങൾ ദൂരം നടന്നു പോകണം. എനിപ്പോ ട്രെയിൻ വരുമ്പോ റോട്ടാ എടുത്തിട്ട്. ഞാൻ ഈ അറ്റത്ത് AC, അവര് സ്ലീപ്പർ ആ അറ്റത്ത്. അപ്പൊ ഞങ്ങൾക്ക് AC ഇഷ്ടമല്ലാത്തോണ്ടാണ് കേട്ടോ. അതെ, ഞങ്ങൾക്ക് AC പറ്റൂല, അതാണ് ഞങ്ങൾ സ്ലീപ്പർ എടുത്തത്. AC-ലൊക്കെ പോയി. നിനക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നോ? ടിക്കറ്റ് കിട്ടിയായിരുന്നോ നിനക്ക്? അപ്പം എങ്ങനെ പിന്നെ നാട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് സീറ്റൊക്കെ നോക്കി കയറിയിരുന്നു. ഞാൻ സൈഡ് അപ്പറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സീറ്റൊക്കെ നോക്കി, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുകളിൽ കയറി സെറ്റായി കേട്ടോ. പക്ഷേ ഈ കുറുക്കമലി കാരണം ഉറങ്ങാനേ പറ്റിയില്ല കേട്ടോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രിക്ക് ഒടുവിൽ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷൊർണൂരാണ് ഇറങ്ങിയത്. അപ്പോൾ സ്റ്റേഷന് പുറത്തായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഉത്രാടം എന്തായാലും മഴയെ കൊണ്ടുപോയി. ഫൈനലി നാട്ടിലെത്തി ഗായ്സ്. അല്ലേട്ടോ എന്താ ഒരു ചാട രാവിലെ തന്നെ. മഴയാണല്ലോ, ഓണായിട്ട് മഴ കൊണ്ടുപോയോ ഓണം. ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. എങ്ങനെയാണോ, എനിക്ക് ട്രെയിൻ ഷാപ്പാ തോന്നുന്നുണ്ട്. എന്താ ചോദിക്കോ? ഏത് ട്രെയിനിൽ കയറിയാലും എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഒരു കൂർക്ക വലിക്കുന്ന ആളുണ്ടായിരിക്കും. അതൊന്നും ചെറുതൊന്നുമല്ല, എക്സ്ട്രീം ലെവല്. സംഭവം ശരി, അവർക്ക് അറിയുന്നില്ലെങ്കിൽ കൂടെ ബാക്കിയുള്ള ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഫൈനലി വീട്ടിലെത്തി ഗായ്സ്. അതെന്തായിരുന്നു? ഓ, എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അല്ലേ ബാക്കിന് എടുക്കാനായിട്ട്. ഞാനതൊക്കെ മറന്നു വീട്ടിലെത്തിയ സന്തോഷത്തിൽ.
ഇതാണ് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പുഷ്പങ്ങൾ ഗൈസ്. പുഷ്പങ്ങളൊക്കെ വാടിപ്പോയുണ്ട്. ഇത്രയും പൂക്കൾ കൊണ്ടുവന്നു ഗൈസ്. ഞാൻ ഇത്രയും പൂക്കൾ കൊണ്ടുവന്നു. ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഉത്രാടത്തിന് പൂടാൻ പോവാണ്. നല്ല മഴയാണ്. അപ്പോൾ പുറത്തൊന്നും ഇടാൻ പറ്റില്ല. നമ്മൾ സിറ്റ് ഔട്ടിലാണ് പൂടുന്നത്. ഇവിടെ ഇതാ ഒരാൾ ഓണം പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരുന്നു. സുന്ദരക്കുട്ടപ്പനായിട്ട് നോക്കട്ടെ. കൊള്ളാലോ. ഉണ്ട്. ശരി, എങ്ങനെയുണ്ട് പൂക്കളം? താങ്ക് യു. ഓഫീസിൽ പോകുന്ന കുട്ടി എന്താ എന്താ ഇത് വേണ്ടേ? വെള്ളം. നോ. ആ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് പോവും. ഞാൻ ഇടും. ബട്ടൺസ് ഒക്കെ ഇടൂ. ബട്ടക്സ് അല്ല, ബട്ടൺസ് ഒക്കെ ഇടൂ. ഇതാ ബട്ടൺസ് ഒക്കെ ഇടൂ. ശരി, ഞാൻ ചുമ്മാ പറഞ്ഞ വേണ്ട. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ ഓണം പരിപാടിക്ക് പോവാണ് ഗൈസ്. സോറി. പൂവൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത് കേട്ടോ. ഇന്ന് പുട്ടും പഴവും പപ്പടമൊക്കെയാണ്. പുഴുങ്ങിയ പഴമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. കുറേ കാലത്തെ ഹോസ്റ്റൽ ഫുഡിന് ശേഷം വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. കാരണം ഇന്നലെ രാത്രി ഒരു പോള് കണ്ണടിച്ചില്ല ഗൈസ്, ഒരു പോള് കണ്ണടിച്ചില്ല. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോയി. ഉറങ്ങി എണീറ്റപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സാരി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇട്ട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. സംഭവം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് താമരപ്പൂവിൻ്റെ പിക്ചർ വരുന്ന സാരിയായിരുന്നു. നന്നായിട്ടുണ്ട് കാണാനായിട്ട്. അതായത് അതിൻ്റെ ബോർഡറും കാര്യങ്ങളും പല്ലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. നല്ല സൂപ്പർ സാരിയാണ്. ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്, നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ. ഉച്ചയായപ്പോഴേക്കും അമ്മ നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇനിയിപ്പോൾ തിരുവോണത്തിൻ്റെ വ്ളോഗായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം.